6 മാസത്തെ ചികിത്സ കൊണ്ട് പൂർണ്ണമായിട്ട് ഭേദാവുന്ന ഒരു രോഗാണെന്ന് ക്ഷയരോഗം. അശ്വമേധം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ KPSCയുടെ ഒരു നാടകമാണ്. ആ നാടകം കാണാൻ ഭാഗ്യം സിദ്ധിച്ച കുറെ ആളുകൾ. യഥാർത്ഥത്തിൽ നാടകമല്ല, അക്കാലത്തെ മലയാളികളുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ ജീവിതമായിരുന്നു. ഒരു 15 വയസ്സുകാരനുണ്ട്, ഒരു 16 വയസ്സുകാരനുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ 14 വയസ്സിലുള്ള 4 കുട്ടികളെ ചികിത്സിച്ച് മാറ്റി. നമ്മൾ ഇങ്ങനൊരു കോലായിക്കൂട്ടം നമ്മളെ പഴയ ഓർമ്മകൾ നിലനിർത്തുന്നതോടൊപ്പം തന്നെ പുതിയ കാലത്തെ വെല്ലുവിളികളെ നമുക്ക് എങ്ങനെ തരണം ചെയ്തുകൊണ്ട് പോകാം എന്നുൾപ്പെടെ ചർച്ച ചെയ്ത് കാണിക്കുന്നത് വെളുത്ത സിൽക്കാണ്. ഈ വെളുത്ത സിൽക്ക് എന്ന് പറയുന്നത് കുഷ്ഠരോഗം പരത്തുന്ന അണുവാണ്. ആ അണുവിന് പറയുന്ന പേര് മൈക്രോ ബാക്ടീരിയം ലെപ്ര എന്നാണ്. ഈ രോഗം എങ്ങനെ പകരുന്ന അറിയാമോ? ചികിത്സയ്ക്ക് വിധേയമാകാത്ത കുഷ്ഠരോഗി പുറത്തേക്ക് വിടുന്ന നാശദ്രവ്യക്കണികൾ, അതായത് ശ്വസനത്തിലൂടെ പുറത്തു വിടുന്നത്, മൂക്കിലൂടെ പുറത്തേക്ക് വിടുന്ന ഈ കണികളിലൂടെ ഈ അണു അന്തരീക്ഷ തങ്ങി നിൽക്കും. ആരോഗ്യനെ നാം ശ്വസിക്കുന്ന സമയത്ത് ഇത് നമ്മളിലേക്ക് എത്തുകയും ചെയ്യും. മനസ്സിലായല്ലോ? അപ്പൊ കുഷ്ഠരോഗത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാലോ? അറിയില്ലേ? നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നിറം മങ്ങിയ പാടുകള്, വേദനയില്ലാത്ത മുറിവുകൾ, തടിച്ച ഞരമ്പുകൾക്ക് വീക്കവും വേദനയും ഉണ്ടെങ്കിൽ, ചെറിയ മുഴകൾ ഉണ്ടെങ്കിൽ, പിന്നെയോ സ്പർശനശേഷി നഷ്ടപ്പെട്ട് എണ്ണമയം പുരണ്ടതുപോലെ തിളക്കമുള്ള പാടുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അടുത്തുള്ള ആശുപത്രിയിൽ ചെന്ന് ചികിത്സ നേടുക തന്നെ വേണം. കുഷ്ഠരോഗം വായുവിലൂടെ പകരുന്ന രോഗമാണെന്നും ഇത് ആർക്കും പിടിപെടാമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും കുഷ്ഠരോഗമുണ്ടെന്നും ആരംഭത്തിലെ ചികിത്സ നേടിയാൽ